ഫ്രണ്ട്സ്, ജനുവരി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി വെഡ്ഡിങ് സീസണായിട്ട് ഒരു സമയമല്ലേ. നമുക്കാണെങ്കിലും വീടിനടുത്ത് നമ്മുടെ കസിൻസിൻ്റെയും അത് കുടുംബക്കാരുടെയും ഒക്കെ ഒത്തിരി കല്യാണങ്ങൾ വരും. അപ്പോൾ ഓരോ ഫംഗ്ഷനും നമുക്ക് മാറി മാറി സാരി ആണെങ്കിലും അതുപോലെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും വെയർ ചെയ്യേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ടും വീഡിയോ ചെയ്യുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. പാർട്ടി വെയർ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ നമ്മൾ ബഡ്ജറ്റ് റേഞ്ച് ഐറ്റംസും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന ഐറ്റംസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 3-4 പാറ്റേൺസ് ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സെമി ജൂട്ട് സിൽക്ക് സാരിയാണ്. എല്ലാവരുടെയും ഫേവറേറ്റും അതുപോലെ തന്നെ എല്ലാവരുടെയും സ്കിൻ ടോണിനും ചേരുന്ന ആയിട്ടുള്ള ആ ഒരു മസ്റ്റാർഡ് ഷെയ്ഡാണ് ഇതിൻ്റെ ബോഡി പോർഷനിൽ വരിക. കോൺട്രാസ്റ്റ് ഈ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരുന്ന ബോർഡേഴ്സ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ബനാറസിയുടെ തന്നെയാണ് വീവിംഗ് പാറ്റേൺ വരുന്നത്. അതുപോലെ തന്നെ പല്ലു സ്ട്രൈപ്പ് പാറ്റേണിലേക്കാണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ഈ ഒരു ബോർഡറിന്റെ കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1295 ആണ്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഒക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു 1295 പ്രൈസ് റേഞ്ചിൽ വീഡിയോ ഇട്ടപ്പോൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അയ്യോ ഞങ്ങൾ 1795 പർച്ചേസ് ചെയ്തു, ഇപ്പോൾ ഇതിന്റെ റേറ്റ് ഇത്രയും 1295 കുറഞ്ഞത്. 1795 1295 മെറ്റീരിയൽസ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന സെമി ജൂട്ട് സിൽക്ക് സാരീസ് ആണ് ആ ഒരു 1795 പ്രൈസ് റേഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ തന്നെ മെറ്റീരിയൽ ചെറിയ ഡിഫറൻസ് എങ്കിൽ പോലും ഈ ഒരു 1295 വർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നല്ല സോഫ്റ്റും ഒതുങ്ങിയിരിക്കുന്നതുമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ആ ഒരു ക്വാളിറ്റി ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. റേറ്റ് 1295 ആണ് ഈ ഒരു സാരി. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പം ഈ ഒരു ജനുവരി ഫെബ്രുവരി പകുതി വരെ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലൊക്കെ ആനിവേഴ്സറി ഡേ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ യൂണിഫോം ആയിട്ട് നമുക്ക് ഈ ഒരു സാരി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഫീസിലുള്ള ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അതർ ഗാദറിംഗ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂണിഫോം സാരീസ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ നമുക്ക് ഈ ഒരു 1295 പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡൂടെ നമുക്ക് വരുന്നുണ്ട്, നേവി ബ്ലൂവും അതുപോലെ തന്നെ ഒരു പിക്കോ ഗ്രീൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതും സെമി ജൂട്ട് സിൽക്ക് തന്നെയാണ് ഫാബ്രിക് വരിക. കോൺട്രാസ്റ്റ് കളർ ബോർഡറും പല്ലു പോർഷൻ വരും. സ്ട്രൈപ്പാണ്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. കോൺട്രാസ്റ്റ് കളറിലേക്ക് ബ്ലൗസ് പീസ് വരുന്നുണ്ട്. 1295 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നമ്മുടെ ബെൻഡ് ഓറഞ്ചും അതുപോലെ തന്നെ കോഫി ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്താട്ടോ. അപ്പോൾ ഇത് സെമി ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. എപ്പോഴും ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ബെൻഡ് ഓറഞ്ചും അതുപോലെ തന്നെ കോഫി ബ്രൗൺ കോമ്പിനേഷനാണ്. ബോഡി പോർഷനിലാണെങ്കിലും പല്ലു പോർഷനിലാണെങ്കിലും ചെറിയൊരു ചെക്ക് പാറ്റേൺ ആണ് വരുന്നത്. ബോർഡേഴ്സിലേക്ക് ഇതുപോലെ വീവിംഗ് പാറ്റേൺ വരും. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഈ ഒരു ചെക്ക് പാറ്റേണിൽ തന്നെയാണ്, കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക്. അപ്പോൾ ഇതും 1295 പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു സാരിയും യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 3 സാരിയും നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ യൂണിഫോം സാരീസ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്തത് വന്നിരിക്കുന്നത് സെമി ടസറാണ്. ക്യാഷ്വൽ വരുന്ന എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് സെമി ടസർ എന്ന് പറയുന്നത്. ചെറിയൊരു ലൈൻസ് ആയിട്ടാണ് ഇതിലെ വീവിങ് വന്നിരിക്കുന്നത്. മിഡിൽ പോർഷൻ ഇതുപോലെ പിങ്ക് കളറിലേക്ക് വരും. അതിൻ്റെ തന്നെ ഒരു മെറ്റാലിക് ടോൺ ഷെയ്ഡ് വരുന്ന ലൈൻസ് ആണ് ഇതിൻ്റെ ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ കോൺട്രാസ്റ്റ് ആദ്യ ത്രെഡ് വീവിങ് വരുന്ന പല്ലും ബോർഡേഴ്സും വരും. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. സ്ലീവ് എൻഡിലേക്ക് ആ ഒരു ഓഫ് വൈറ്റ് കളർ ത്രെഡിൻ്റെ വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട്. 1295 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് പിങ്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡിലേക്കാണ്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സെമി ടസർ സാരി സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. പിങ്ക് തന്നെ പല പല കളേഴ്സിലേക്ക് വരും. അപ്പോൾ ഇതും ഒരു പിങ്ക് തന്നെയാണ്. നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ചിക്കു അല്ലെങ്കിൽ ആ ഒരു മെറ്റാലിക് ടോൺ വരുന്ന ബോർഡേഴ്സ് നല്ലൊരു കളർ കോമ്പിനേഷൻ സ്റ്റാൻഡേർഡ് ഷെയ്ഡിലേക്ക് ആയിട്ടാണ് വരുന്നത്. റേറ്റ് 1295. ഇതെൻ്റെ വീണ്ടും പിങ്ക് വന്നിരിക്കുന്നത്. പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ ഡിഫറൻസിലാണ് ഓരോ കളേഴ്സിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എനിക്ക് വന്ന് ബോർഡേഴ്സും പല്ലും എല്ലാത്തിൻ്റെയും തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു മെറ്റാലിക് ടോണിലേക്കാണ് വരുന്നത്. ബോഡി പോർഷനിലെ കളറാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 1295 റേറ്റിലേക്ക് വരും. അടുത്തൊരു പിങ്ക് പീച്ച് ഷെയ്ഡ് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. ഉടുക്കാനാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്കൊരു ഓഫീസിൽ ത്രൂ ഔട്ട് ഡേയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അടുത്ത് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. ഇതിലൊക്കെ എല്ലാത്തിൻ്റെയും ആ ഒരു മെറ്റാലിക് ടോൺ ആട്ടോ. ഇതിലൊക്കെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സെമി ടസർ ഫാബ്രിക്കിൽ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് വന്നിരിക്കുന്ന സാരിയാണ്. അടുത്തത് വന്നിരിക്കുന്നത് പേസ്റ്റൽ ഗ്രീനാണ്. കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ബോർഡറും അതുപോലെ തന്നെ നമ്മുടെ പല്ലു പോർഷനും ബ്ലൗസ് പീസും ഒക്കെ വരിക. 1295 റേറ്റ് വരും. ഈ ഒരു ബ്ലൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു കോപ്പർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതുപോലെ റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. 1295 റേറ്റിലേക്ക് വരും. വീണ്ടും വേണ്ട പിങ്ക് വന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഏതേത് പിങ്ക്, ചെറിയൊരു വൈൻ ടച്ച് കൂടെ വരുന്നൊരു പിങ്ക് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1295 റേറ്റ് വരുന്നത്. അടുത്ത നെറ്റ്കോട്ട ഫാബ്രിക്കിൽ വരുന്നത്. നെറ്റ്കോട്ട ഇതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് ലവേഴ്സിനുള്ള സാരി കേട്ടോ. ബ്ലാക്കിൽ നെറ്റ്കോട്ട ഫാബ്രിക്കിലാണ് വരിക. അവർ ബ്ലാക്കിൽ ഇതുപോലെ പിങ്കും പീച്ചും കോമ്പിനേഷനിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ബോഡി പോർഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് ബ്ലാക്ക് കളറിൽ തന്നെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പല്ലുവിലും എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. 1395 റേറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് ഫംഗ്ഷൻ വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാരിയാണ് നമ്മുടെ എന്താ പറയുക സോഫ്റ്റ് സിൽക്ക് സാരീസ്. ഏതൊക്കെ ട്രെൻഡിങ്ങും ഏതൊക്കെ പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിലും ഒരു കല്യാണം കൂടാൻ പോവുകയാണെങ്കിൽ ആണോ എന്നാൽ ഒരു സോഫ്റ്റ് സിൽക്ക് സാരി വേണം എന്ന് മനസ്സിൽ കരുതുന്നവരായിരിക്കും പലരും. അപ്പോൾ അതിന് പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് നല്ല നല്ല കളർ കോമ്പിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1980 റേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റസ്റ്റി ഷെയ്ഡിലേക്കാണ്. ചെറിയ ബുട്ടാസാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരിക. കോൺട്രാസ്റ്റ് ഒരു വയലറ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ട് അവിടെയും ബുട്ടാസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബോഡി പോർഷൻ ഔട്ട്ലുക്ക് വരുന്നത് പോലെ കേട്ടോ. ചെറിയ ബുട്ടാസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി. പല്ലു കോൺട്രാസ്റ്റ് കളറിലേക്ക് ആ ഒരു വയലറ്റ് ആൻഡ് കോമ്പിനേഷൻ പല്ലു. ഫുള്ളായിട്ട് വീവിങ് പാറ്റേൺ ആണ് പല്ലുവിൽ വരുന്നത്. അതുപോലെ തന്നെ ടാസിൽസ് ഒക്കെ മുടി പിന്നീട്ടുള്ള നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലേക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വൈനാണ്. വൈനും നേവി ബ്ലൂവും കൂടെ കോമ്പിനേഷനാണ് വരുന്നത്. ആദ്യം കണ്ട ഇതിൽ നിന്ന് ഇതിൻ്റെ ബുട്ടാസ് കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. കുറച്ചുകൂടെ ബിഗ് ആയിട്ടൊരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്നൊരു ബുട്ടാസാണ് വരിക. പാറ്റേൺ അതർവൈസ് സെയിം ആയിട്ട് കോൺട്രാസ്റ്റ് ഇതിൽ നേവി ബ്ലൂ കോമ്പിനേഷൻ വരും. അതുകൊണ്ട് തന്നെ നേവി ബ്ലൂ കളറിൽ ഇതുപോലെ വീവിങ് വരുന്ന പല്ലു ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് നേവി ബ്ലൂ ഷെയ്ഡിലേക്ക്. അടുത്തത് കളർ കോമ്പിനേഷൻ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലെ ബുട്ടാസാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ ബോഡി പോർഷൻ ചെറിയ ബുട്ടാസ് വന്നിട്ട് നമ്മുടെ ബോർഡർ പോർഷനിലെ ബോട്ടീസ് കുറച്ചുകൂടെ ബിഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂവിൽ തന്നെ നമുക്ക് ഫ്ലോറൽ ആ ഒരു വീവിങ് പാറ്റേൺ വരുന്ന ആൻറ്റിക് ജെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആയിട്ട് പല്ലു വരും. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് മസ്റ്റാർഡ് ആൻഡ് ഗോൾഡൻ ടച്ചിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതിലേക്ക് ഗ്രീൻ കോമ്പിനേഷൻ വരും. ബിഗ് ആയിട്ടുള്ള ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഓരോന്നിലും ആ ഒരു മോട്ടീവ്സിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഓരോന്നിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസും ഒരു പാറ്റേൺ ബോർഡറിലും പല്ലുവിലും സെയിം കളറായിരിക്കും വരും. അതുപോലെ ഇതിൻ്റെയും പല്ലുവിലെ വീവിങ് പാറ്റേൺ ഓരോന്നിനും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. 1 ലെയറോ പ്ലീറ്റ്സ് ചെയ്തോ എങ്ങനെ വേണേലും എടുക്കാൻ പറ്റും. 1980 റേറ്റിലേക്ക് വരും. അടുത്തൊരു ഗോൾഡൻ ടച്ചിൻ്റെ യെല്ലോ ഷെയ്ഡാണ്. ഇതിലെ മോട്ടീവ്സ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 3 പെറ്റൽസ് വരുന്ന രീതിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഒരു മെറൂൺ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരിക. പല്ലു വരുമ്പോഴത്തേന് ഇതിലൊരു 6 ആഗിൻ്റെ വീവിങ് പാറ്റേണുമായിട്ടാണ് വരുന്നത്. 1980 റേറ്റ് വരുന്നത്. അടുത്തൊരു ചോക്ലേറ്റ് ബ്രൗൺ ആട്ടോ. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡും അതുപോലെ നല്ല മോട്ടീവ്സ് ആണെങ്കിലും നല്ല ഭംഗിയാട്ടോ. ഇതിലും നമുക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വയലറ്റ് തന്നെയാണ്. ഒരു പർപ്പിൾ ടച്ച് വരുന്ന വയലറ്റാണ്. പർപ്പിൾ ഷെയ്ഡ് എന്ന് ശരിക്കും പറയാം. 1980 റേറ്റിലേക്ക് വരും. അടുത്തൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. കുറച്ചുകൂടെ ആദ്യം നമ്മൾ സെക്കൻഡ് പാറ്റേണിൽ കണ്ട ഒരു ചെറിയ മോട്ടീവ്സ് ആണ് ഇതിൻ്റെ ബോഡി പോർഷനിൽ വരുന്നത്. ഇതിലും വയലറ്റ് തന്നെയാണ് കോമ്പിനേഷൻ വരിക. 1980 പ്രൈസിലേക്ക് വരും. വീണ്ടും നമ്മുടെ ഒരു വൈൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. വൈൻ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ. ഫ്ലോറൽ മോട്ടീവ്സ് നമ്മുടെ ബോഡി പോർഷനിലും അതുപോലെ തന്നെ പല്ലു പോർഷനിലേക്കും വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. 1980 ഈ ഒരു സാരീസിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഗ്രീൻ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ വരും. ഇതിൻ്റെ നമ്മുടെ പല്ലു വരുമ്പോഴത്തേന് ഇതുപോലെ 6 ആക്ക് പാറ്റേൺ. നേരത്തെ ഒരെണ്ണത്തിൽ നമുക്ക് ഈ ഒരു 6 ആക്ക് പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നു. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് കളർ പ്ലെയിൻ ആയിട്ട് വരും. 1980 റേറ്റ് വരുന്നത്. അടുത്തത് സെമി ജൂട്ട് സിൽക്ക് സാരീസ് ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണ്. സെമി ജൂട്ട് സിൽക്ക് സാരീസ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആദ്യം ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് 1295 റേറ്റിൽ വരുന്ന സാരീസ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് 13 or 1495 നമ്മൾ സാരീസ് ചെയ്തിട്ടുണ്ട്. 1795 ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ബോഡി പോർഷൻ അങ്ങനെ വരുന്ന പാറ്റേൺ എല്ലാം തന്നെ നമ്മുടെ ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. അതിൽ തന്നെ ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് വരുന്നതും ബോഡി പോർഷനിൽ ബുട്ടാസ് വരുന്നതും ഇപ്രാവശ്യം അതുപോലെ ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ വരുന്നതും അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നും പുതിയൊരു പാറ്റേണുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീനാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ബോർഡർലെസ് കൺസെപ്റ്റിലാണ് സാരി വരിക. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ ഉണ്ട്. നമ്മൾ ആ ഞൊറിയൊക്കെ എടുക്കുന്ന ഭാഗത്ത് ലോവർ പോർഷനിലേക്ക് ഇതുപോലെ മേപ്പിൾ ലീവ്സിൻ്റെ ഒരു ഡിസൈൻ അതും ത്രെഡിൽ തന്നെയാട്ടോ വന്നിരിക്കുന്നത്.
പല്ലുവിലും ആ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ മേപ്പിൾ ലൂസും ത്രെഡ് വീവിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സാരി. സെമി ജൂട്ട് സിൽക്ക് സാരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒന്നുകൂടെ ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീനിൽ നമുക്ക് ഈ ഒരു സാരി വന്നിരിക്കുന്നത് ഗ്രീനിൽ ബ്ലൂവിൻ്റെ ഡിസൈൻ, അതിൻ്റെ തന്നെ ചെറിയ ഡിസൈൻ മേപ്പിൾ ലീവ്സിൻ്റെ ചെറിയ ഡിസൈൻ പാറ്റേൺ ആണ് നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസിലേക്ക് വരുന്നത്. ഗ്രീനും ബ്ലൂവും തന്നെ കോമ്പിനേഷനിലേക്ക് വരും. 2895 ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആട്ടോ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളറൊക്കെ അടിപൊളിയാട്ടോ, ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്, ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്ക് വരും. ചിക്കുവാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഫുള്ള് ത്രെഡിൻ്റെ വീവിങ്ങുകളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓൾ ഓവർ ബോഡി പോർഷനും അതുപോലെ മേപ്പിൾ ലീവ്സിന് വേണ്ടിയിട്ടൊക്കെ ആയൊരു ത്രെഡ് വീവിങ് പാറ്റേൺ വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് മേപ്പിൾ ലീവ്സിൻ്റെ ഡിസൈൻ വരുന്ന ബ്ലൗസ് പീസ്, അതും ത്രെഡിൽ തന്നെ വീവ് ചെയ്തിരിക്കുന്നതാണ്. 2895 റേറ്റിലേക്ക്. അടുത്തത് വൈനിൽ നമുക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ചിക്കു തന്നെയാണ്. പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു ബ്ലൗസ് പീസും പെയർ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതുപോലെ കുഞ്ഞു ബുട്ടാസൊക്കെ ആയിട്ട് ഒരു 2895 റേറ്റ് വരുന്നത്. അടുത്തത് ടൈം നമ്മുടെ സെമി ജൂട്ട് സിൽക്കിലെ ഏറ്റവും ഹിറ്റഡ് ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. ബ്ലൂവിലേക്ക് ചിക്കു കോമ്പിനേഷനും അതും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മസ്റ്റാർഡ് ഇല്ലാതെ നമുക്ക് സെമി ജൂട്ട് സിൽക്ക് സാരീസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അത്രയേറെ എൻക്വയറിയും അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടോണിനും ചേരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മസ്റ്റാർഡിലേക്ക് നമുക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബ്ലൂ ആട്ടോ. അപ്പോൾ ബ്ലൂവും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഡിസൈൻ പാറ്റേൺ വരുന്നു. 2895 റേറ്റ്. ഇതുവരെ നമ്മൾ കണ്ട എല്ലാം തന്നെ നല്ല ബ്രൈറ്റ് ഷെയ്ഡിലേക്കാണെങ്കിൽ ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ വരുന്നു. അതൊരു ബേജിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ടോണാണ് വന്നിരിക്കുന്നത്. ഇതിലും കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലൂ തന്നെയാണ്. 2895 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ പ്യുവർ ടസർ ഫാബ്രിക്കിൽ വരുന്ന സാരീസാണ്. ഇത് പറഞ്ഞാൽ ടസറിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ത്രെഡ് വീവിങ് വരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ടസർ സാരീസിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സാരിയാണ്. അതും ഫസ്റ്റ് വന്നിരിക്കുന്നൊരു പിങ്കിൻ്റെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒണിയൻ പിങ്കിൻ്റെ ആ ഒരു ഡാർക്ക് ടോണിലേക്ക് വരും. ഇതിൽ സെയിം കളറ് വൈറ്റ് അതുപോലെ ഒരു ഗ്രീൻ്റെയും കൂടെ കോമ്പിനേഷനിൽ ത്രൂ ഔട്ട് സാരി ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാട്ടോ വരുന്നത്. അപ്പോൾ ടസർ സാരീസ് വലിയ വർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നവരാണെങ്കിൽ ഇനി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഒരു ഫംഗ്ഷന് കിഡിലിനായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ടസർ ഫാബ്രിക്കിൽ തന്നെ. അതുപോലെ ടസറിൽ എപ്പോഴും കൂടുതലും കാണുന്ന ആ ഒരു പാറ്റേൺ ത്രെഡ് ആയിരിക്കും. അതിൽ നിന്ന് ടസർ സാരീസ് ഇഷ്ടമാണ്, എന്നാൽ പാറ്റേൺ മാറ്റം ഇല്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വാങ്ങാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇതുപോലെ നല്ല മൾട്ടി കളർ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡേഴ്സും പല്ലും ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ഒന്നുകൂടെ തിക്കായിട്ട് വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. 3795 ആണ് റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ കളേഴ്സാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്കിലേക്ക് ഒരു പിങ്കും അതുപോലെ പീച്ചിൻ്റെയും കൂടെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന കോമ്പിനേഷൻ വരുന്ന എംബ്രോയ്ഡറി വർക്കുകളാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷനിലും പല്ലുവിലും ഒക്കെ എംബ്രോയ്ഡറി വർക്ക് വരും. 3795 റേറ്റിലേക്ക്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ്. ഇതൊക്കെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഒത്തിരി പേർക്ക് ഈ പറഞ്ഞ പോലെ കസവ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി 3795 റേറ്റിലേക്ക് വരും. അടുത്ത വന്നിരിക്കുന്നൊരു പിങ്കിൻ്റെ ഷെയ്ഡാണ്. ഈ ഒരു സാരിയിലും പിങ്കിൻ്റെ 2-3 കളേഴ്സൊക്കെ വരുന്നുണ്ട്. പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ബോർഡറിലും പല്ലുവിലും ഒക്കെ വരും. 3795 റേറ്റിലേക്ക് വരും. അടുത്തത് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു ഗ്രേപ്പ് ജ്യൂസ് ആ ഒരു ഷെയ്ഡിലേക്കാണ് വരിക. ബോർഡർലെസ് കൺസെപ്റ്റിൽ തന്നെയാണ് സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ആ ഒരു ഡിസൈനാണ് ഡിഫറെൻറ്റ് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറിയൊക്കെ കൂടെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കുമായിട്ട് വരും. പല്ലുവിലും ആ ഒരു സെയിം വർക്കുകളൊക്കെ തന്നെയാണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെയും ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 3795 റേറ്റിലേക്ക് വരും. അടുത്തൊരു വൈൻ ഷെയ്ഡിൽ വരുന്നതാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫോട്ടോസിനും വീഡിയോസിനൊക്കെ നല്ല ഭംഗി കിട്ടുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ബർഗൻഡിയുടെ കോമ്പിനേഷനും വൈറ്റിൻ്റെ കോമ്പിനേഷനും ഒക്കെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കിനും അതിലെ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കിനും വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 3795 റേറ്റിലേക്ക് വരും. അടുത്തൊരു പീച്ച് ടോണാണ്. പിങ്ക് കോമ്പിനേഷൻ, പിങ്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ 3795 റേറ്റ് വരുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.